കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് പുഡിങ് മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള ജെല്ലി മിഠായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു മിഠായി അല്ലേ ജെല്ലി മിഠായി. സോ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഓറഞ്ച് എടുത്തുള്ളത്, മക്കൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണം എടുക്കാം കേട്ടോ. അപ്പോൾ ഓറഞ്ച് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറിയാലോ, അതിന് കയ്പ്പ് വരാണ്ട് നോക്കണം. അപ്പോൾ മാക്സിമം ഇതുപോലെ കൈ കൊണ്ട് തന്നെ നീരെടുക്കാൻ നോക്കുക. ഇനി അതിലേക്ക് ഒരു എക്സ്ട്രാ 1 കപ്പ് വെള്ളം, ആവശ്യത്തിന് മധുരം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരമാണോ വേണ്ടത് അത്ര ഷുഗർ ആഡ് ചെയ്യുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്ത് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഒരു പാനിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചറൊക്കെ ഇങ്ങനെ മാറണ കാണാൻ പറ്റും. ഇതുപോലെ നല്ല തിക്കായിട്ട് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പുഡിംഗ് ട്രേയിൽ ഒഴിച്ച് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ സെറ്റാക്കി നല്ല അടിപൊളി ജെല്ലി മിഠായി കിട്ടും കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് പുഡിംഗ് മാത്രമല്ല ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ. ഒരുപാട് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ കളയരുത്. അതുപോലെ ഇനി കസ്റ്റാർഡ് പൗഡർ ഇഷ്ടമല്ലെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്ത് നോക്ക്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്.